അമ്മേ മറിയേ മനോഹരേ, നീ എൻ്റെ അമ്മയായി വന്നിടണേ. അമ്മേ മറിയേ മനോഹരേ, നീ എൻ്റെ അമ്മയായി വന്നിടണേ. എന്നോടെ ജീവിത നന്മകൾക്കാ യേശുവിനോടു നീ പ്രാർത്ഥിക്കണേ. എന്നോടെ ജീവിത നന്മകൾക്കായി യേശുവിനോടു നീ പ്രാർത്ഥിക്കണേ. അമ്മേ മറിയേ മനോഹരേ, നീ എൻ്റെ അമ്മയായി വന്നിടണേ. നിന്നോടു യാചിച്ചോരാരും തന്നെ ദുഃഖിതരായതു കേട്ടിട്ടില്ല. നിന്നോടു യാചിച്ചോരാരും തന്നെ ദുഃഖിതരായതു കേട്ടിട്ടില്ല. നീയൊന്നു ചൊല്ലിയ നിന്റെ പുത്രൻ കനിവോടെ എല്ലാം നിവർത്തിക്കുമേ. നീയൊന്നു ചൊല്ലിയാൽ നിന്റെ പുത്രൻ കനിവോടെ എല്ലാം നിവർത്തിക്കുമേ. അമ്മേ മറിയേ മനോഹരേ, നീ എൻ്റെ അമ്മയായി വന്നിടണേ. അമ്മേ മറിയേ മനോഹരേ, നീ എൻ്റെ അമ്മയായി വന്നിടണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യ അവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ
ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 5-ാം നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു. അസ്വസ്ഥരാകണം, ചിന്തിക്കണം, ചോദ്യം ചോദിക്കണം. എന്നിട്ട് അതിൻ്റെ കൺക്ലൂഷനായിട്ട് നമ്മൾ പറഞ്ഞത് ഈശോയുമായിട്ട് വർത്തമാനത്തിൽ ഏർപ്പെടണം. വർത്തമാനം പറഞ്ഞോ എന്ന ചോദ്യമുണ്ട്. കർത്താവിനോട് വർത്തമാനം പറയാൻ ശ്രമിച്ചോ എന്നുള്ളത്. കാരണം ഉണ്ടല്ലോ, അതിന് ഞാൻ വീണ്ടും അത്തരം ഒരു ആത്മീയതയ്ക്ക് വീണ്ടും സ്ട്രെസ് കൊടുക്കുന്നത് ഏത് മോണോലോഗ് ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ കർത്താവിനെ ജീവനുള്ള ദൈവമായിട്ട് മനസ്സിലാക്കുന്നില്ല. കർത്താവിനെ നമ്മളൊരു വിഗ്രഹം കണക്ക് മനസ്സിലാക്കുകയാണ്. എന്താണത്? കർത്താവിന് ഇങ്ങോട്ടൊന്നും പറയാൻ കെൽപ്പില്ല, ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി അവിടുന്ന് ബ്ലെസ്സിങ് മാത്രം കിട്ടിയാൽ മതി, അഭിപ്രായം ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കർത്താവിനെ ജീവനുള്ള എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമായിട്ട് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കർത്താവിനോട് നിരന്തരം വർത്തമാനം പറയുന്ന ഒരു ബന്ധം, ഒരു സ്പിരിച്വാലിറ്റി അത് വളർത്തിയെടുക്കണം. അതിന് അങ്ങനെ വർത്തമാനമൊക്കെ പറയണമെങ്കിൽ തൊട്ട് മുമ്പത്തെ ദിവസത്തെ ടോക്ക് ശ്രദ്ധിക്കണം. എന്താണത്? ക്ഷമിക്കണം. ഇവിടെ ക്ഷമിച്ച് നമ്മളെ തന്നെ ഒന്ന് വിമലീകരിക്കുന്ന അനുഭവം ഉണ്ടായാലേ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ നമ്മൾ പാകപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ബേസിക് റിക്വയർമെൻറ്റ്സ് ആയിട്ട് നമ്മൾ വെച്ച പല കാര്യങ്ങളിലൊന്ന്, പ്രതിഷ്ഠ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കുമ്പസാരിച്ച് ഒരുങ്ങണമെന്ന് പറഞ്ഞത്. നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അന്നത് കേട്ടില്ല, അറിഞ്ഞില്ലച്ചോ, ഇപ്പോഴാണ് ഇതിലേക്കൊന്ന് ശ്രദ്ധ വന്നത്. വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് ലേറ്റായിട്ടാണ്. സാരമില്ല. കർത്താവ് എപ്പോഴും പറയുന്ന വാക്ക് അതാണ്. നമ്മളെ നോക്കി പോട്ടെ, സാരമില്ല, എത്രയും വേഗം കുമ്പസാരിച്ചൊരുങ്ങി ഈ ട്രാക്കിലേക്ക് വരിക. കാരണം നമുക്ക് കർത്താവിനെ കേൾക്കണം, കർത്താവിനോട് ആലോചന ചോദിക്കണം, കർത്താവിൻ്റെ ക്ഷമ അനുഭവിക്കണം. അങ്ങനെ ഒരുപാട് നന്മകൾ നമ്മളിങ്ങനെ അനുഭവിച്ചു പോവുകയാണ്. അപ്പം അതിന് നമ്മുടെ പാപാവസ്ഥ തടസ്സമായിട്ട് നിൽക്കരുത്. അതുകൊണ്ട് കുമ്പസാരിച്ചൊരുങ്ങി വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. ഈ 33 നാൾ ഇനി ആരംഭത്തിൽ കുമ്പസാരിച്ചവരോടുള്ള ഓർമ്മപ്പെടുത്തൽ. ഞങ്ങൾ ആരംഭത്തിൽ ജൂലൈ 13-നാണല്ലോ വിമല ഹൃദയ പ്രതിഷ്ഠ തുടങ്ങിയത്. ഞങ്ങൾ കൃത്യം ജൂലൈ 12-ന് കുമ്പസാരിച്ച് ഞങ്ങൾ റെഡിയാണ്. ആരാ അത്ര റെഡിയായിട്ടിരിക്കുന്നത്? ആരാ പാപം ചെയ്യാത്തത്? അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാപത്തിൽ വീണുപോയി, വീണ്ടും കുമ്പസാരിച്ചു. കുമ്പസാരം കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളതിൻ്റെ ഗുണം പറ്റണം. അപ്പോൾ കുമ്പസാരിച്ച് വീണ്ടും നമ്മളെ തന്നെ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടത്തിവിട്ട് വേണം ഇതിൽ പങ്കെടുക്കാനെന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, ഞാൻ ആ വാക്യം ആദ്യമേ അങ്ങ് പറയാം. ഇന്നത്തെ ചിന്താവാക്യം ആദ്യമേ അങ്ങ് പറയാം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നതെന്ന് പറയണം. കാരണം അത് ആ സെൻറ്റൻസ് മനസ്സിലങ്ങ് പതിഞ്ഞു കിടന്നാൽ പിന്നെ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്. എന്തെന്നറിയാമോ? ആനന്ദം പങ്കുവെക്കുക, ആനന്ദത്തിൽ പങ്കുകാരാകുക. ആനന്ദം പങ്കുവെക്കുക, ആനന്ദത്തിൽ പങ്കുപറ്റുക. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അല്ലേ? ആനന്ദം പങ്കുവെക്കുക, ആനന്ദത്തിൽ പങ്കുപറ്റുക. ഇത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഏത് എപ്പിസോഡിലേക്കാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? വളരെ എവിഡൻ്റ് ആണത്. എവിടെയാണിത്? ആനന്ദം പങ്കുവെക്കുക, ആനന്ദത്തിൽ പങ്കുപറ്റുക. ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ട ജീവിത ശൈലിയാണിത്. ആനന്ദം പങ്കുവെക്കണം, ആനന്ദത്തിൽ പങ്കുപറ്റണം. ഇതെവിടെയാണ് മറിയം ചെയ്യുന്നത്? അവൾ ആനന്ദം കൊണ്ട് നിറയുന്ന സമയം സ്വർഗം അവൾക്ക് ദൂത് അറിയിക്കുകയാണ്, നീ ദൈവപുത്രൻ്റെ അമ്മയാകും. ആനന്ദം കൊണ്ട് അവൾ നിറയുകയാണ്. ഈ ആനന്ദം അവൾ പങ്കുവെക്കുകയാണ്. ആരിലേക്ക്? എലിസബത്തിലേക്ക്, അവളുടെ കുടുംബത്തിലേക്ക്. എന്നിട്ടോ അവിടെ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദത്തിൽ പങ്കുപറ്റുക.
ഇത് രണ്ടും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന്, ആനന്ദം പങ്കുവയ്ക്കണം, ആനന്ദത്തിൽ പങ്കുപറ്റണം. ഇതിന് വളരെ എന്താ പറയേണ്ടത്, വളരെ പ്രസക്തിയുണ്ട് ഈ ആനന്ദം എന്ന വാക്കിന് തന്നെ. കാരണം ഉണ്ടല്ലോ, ഇത് ഇപ്പോൾ 4-5 ദിവസമായില്ലേ വിമല ഹൃദയ പ്രതിഷ്ഠ തുടങ്ങിയിട്ട്. പലരും നോമ്പും ഉപവാസവും ഒക്കെ എടുത്ത് തുടങ്ങി കാണും, നോമ്പിലേക്ക് ഉപവാസത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് കാണും. അപ്പോൾ ഇപ്പം നിങ്ങളെ കാണുമ്പോൾ ആളുകൾ ചോദിക്കും, എന്നാ പറ്റി മുഖത്തൊരു വാട്ടം? നല്ല ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലായിരിക്കും, പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ ആയിരിക്കും, അധികം വർത്തമാനമൊന്നും ഇല്ലായിരിക്കും. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഹൃദയത്തിൽ സംഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആരെ കണ്ടാലും മുഖം വെട്ടിച്ച് പോകുമായിരിക്കും. അതൊക്കെ അങ്ങേയറ്റം കേട്ടോ, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പം നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല ഞാൻ പറയുന്നില്ല, ഞാൻ എല്ലാം ഹൃദയം സംഗ്രഹിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് മാറി നടക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളോട് ഇങ്ങനെ നമ്മുടെ മുഖം വാടിയിരിക്കുമ്പോൾ പഴയ പ്രകാശം മുഖത്ത് കാണാതെ വരുന്നൊരു സാഹചര്യത്തിൽ ആൾക്കാർ ചോദിക്കുകയാണ്, എന്താ പറ്റി? അപ്പോൾ നമ്മൾ എന്തോ സങ്കടപ്പെട്ട് പറയുകയാണ്, ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ എടുക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു, ഞാനിപ്പോൾ ഇറച്ചിയും മീനും മുട്ടയും കഴിക്കുന്നില്ല, ഞാൻ പാല് കുടിക്കുന്നില്ല. ഇതിങ്ങനെ നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും പറയേണ്ട കാര്യമാണോ? അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക് ഐഡന്റിറ്റി ആനന്ദമാണ്, സന്തോഷമാണ്. ഈ സന്തോഷമാണ് നമ്മൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈശോയിൽ വിശ്വസിക്കുന്നത് ആനന്ദത്തിൻ്റെ അനുഭവമാണ്. ഈശോയോട് പ്രാർത്ഥിക്കുന്നത്, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുന്നത് ആനന്ദത്തിൻ്റെ അനുഭവമാണെന്ന് നമ്മൾ പറയണം എല്ലാവരോടും. നമ്മളിപ്പോൾ പറ്റുന്നത്, ഞാൻ ഇന്നാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക്, നമ്മളൊക്കെ വ്യാകുലമാതാക്കളാണ്. നമ്മൾ വിശ്വാസി സങ്കടപ്പെട്ടേ ഇരിക്കാൻ പാടുള്ളൂ എന്ന് എങ്ങനെയോ നമ്മൾ നനച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിരിക്കൂല, ജന്മം ചെയ്ത് നമ്മൾ ചിരിക്കത്തില്ല. നമ്മുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കത്തുള്ളൂ. കാരണം ദൈവദർശനം കിട്ടിയവൻ ചിരിക്കില്ലെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. ആനന്ദമാണ് ഈ ജീവിതം. ഈശോയിലായിരിക്കുന്നവൻ പ്യുവർ ബ്ലിസ്സിലാണ്. ആനന്ദത്തിൻ്റെ അങ്ങേ അറ്റത്തെ അനുഭവം നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് ആനന്ദാനുഭവത്തിൽ ജീവിക്കണം, ആനന്ദം പങ്കുവയ്ക്കണം. അതായത് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ ആനന്ദത്തിൻ്റെ പങ്കുവെക്കൽ ഉണ്ടാകണം. ഈശോ അവൻ ചെയ്ത കാര്യങ്ങൾ, അയ്യോ ഈശോ സൂപ്പറാണ്, ആനന്ദം പങ്കുവയ്ക്കണം. രണ്ടാമത്തെ കാര്യമാണ് അതിലും പ്രധാനപ്പെട്ടത്. ഇത് പിന്നെയും പറ്റുന്നുണ്ട് കുറേ പേർക്കൊക്കെ. ഇത് പറ്റുമ്പോൾ ശ്രദ്ധിക്കണേ, ഇത് പലരും തെറ്റിദ്ധരിച്ച് അവതരിപ്പിക്കും. എന്താണ് ആനന്ദത്തിൻ്റെ പങ്കുവെക്കൽ നടത്തണം എന്ന് പറയുമ്പോൾ ചിലർ ഇതിനെ പൊങ്ങച്ചമാക്കി മാറ്റും. എൻ്റെ വീട്ടിൽ അതുണ്ട്, എൻ്റെ വീട്ടിൽ ഇതുണ്ട്, അയ്യോ ഞങ്ങൾ പുതിയ കാറ് വാങ്ങിക്കാൻ പോകുന്നു, അത് പുതിയ വീട് 3500 സ്ക്വയർ ഫീറ്റ് ആണ്, പണിയാൻ പോവാണ്. ഇതെന്നറിയാമോ, ഇത് ആനന്ദം പങ്കുവെക്കലല്ല, ഇത് വേറൊരു അപകടമാണ്. ഇത് അസൂയയുടെ ദുരാത്മാവിനെ ഉണർത്തുകയാണ്. അത് വരരുത്. നമ്മൾ ഈ ആനന്ദം പങ്കുവെക്കുക എന്ന് പറയുന്ന ഒരു സെൽഫ് ബോസ്റ്റിംഗ് ആയിട്ട് മാറരുത്, പൊങ്ങച്ചം പറച്ചിലായിട്ട് മാറിപ്പോയാൽ എന്ത് പറ്റുന്നറിയാമോ, കേൾവിക്കാരനിൽ അസൂയ ഉണർത്തുകയാണ് നമ്മൾ. അതും ചെയ്യരുത്, അത് അപകടമാണ്. മറിച്ച് ദൈവമായിരിക്കണം ആനന്ദത്തിൻ്റെ അടിസ്ഥാനം. ഈശോയെക്കുറിച്ച് പറഞ്ഞ് സന്തോഷിക്കണം. ഒന്നാമത് നമ്മൾ പറഞ്ഞ 2 വാക്കുകൾ, ആനന്ദം പങ്കുവെക്കണം, 2 ആനന്ദത്തിൽ പങ്കുപറ്റണം. ഈ രണ്ടാമത്തെ സാധനം ഇന്നത്തെ കാലത്ത് ഭയങ്കര പാടാണ്. പണ്ട് ഇത് കുറെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നത്. പണ്ട് ഇത് കുറെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടായാൽ എല്ലാവരും കൂടെ കൂടി വന്ന് സന്തോഷിക്കുമായിരുന്നു. ഇന്നിപ്പോൾ എന്താണെന്നറിയാമോ, ഇന്ന് നേരെ റിവേഴ്സാണ്. ഒരു സങ്കടം ഉണ്ടായാൽ കൂടെ ഇരിക്കാൻ പിന്നെ നമുക്കൊക്കെ ഇഷ്ടമാണ്. കാരണം എന്താ, വേറൊരാളുടെ ജീവിതത്തിൽ സങ്കടം ഉണ്ടായി നമ്മൾ പോയി കൂട്ടിരിക്കുമ്പോൾ ആരാണ് സുപ്പീരിയർ? നമ്മൾ സുപ്പീരിയറും അവർ ഇൻഫീരിയറുമാണ്. അപ്പം നമ്മളാണ് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത്. അവർ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റേ ആശ്വാസദായകനായിട്ട് ചെല്ലുകയാണ്. നമ്മൾ തോളെ തട്ടുന്നു, പറയുന്നു പോട്ടെ സാരമില്ല, സങ്കടപ്പെടാതെ. ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് സങ്കടം ഉണ്ടായിട്ടില്ല, നമ്മൾ മുകളിലാണ്, അവരാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ പറ്റുന്നുണ്ടെന്ന്, ഇതിപ്പോൾ എളുപ്പമാണ്, ഇത് പലരും ചെയ്യുന്നുണ്ട്. മറ്റേതാണ് പാട്. എന്ത്? ആനന്ദത്തിൽ പങ്കുപറ്റണം, ആനന്ദത്തിൽ പങ്കുപറ്റണം. അയൽപക്കത്തിലെ വീട്ടിലെ കൊച്ചിന് ഫുൾ A+ കിട്ടി. 2 വർഷം പരീക്ഷ എഴുതിയ നിന്റെ കൊച്ചിന് 4 A+ഉം 2 Aയും ആയി പോയി. അപ്പോൾ അപ്പുറത്തൊരു ആനന്ദം തുടങ്ങുകയാണ്, ആ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടാകുകയാണ്. നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ആ വീട്ടിലെ ആനന്ദത്തിൽ പങ്കുപറ്റാൻ നിനക്ക് പറ്റുന്നുണ്ടോ? ഇന്നതാ പാട്. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പങ്കുപറ്റാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ അതിലങ്ങ് അസ്വസ്ഥരായി പോവാണ്. വേറെ ഒരാളുടെ സന്തോഷത്തിൽ പങ്കുപറ്റാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റി, നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നതിന് വലിയ അർത്ഥമില്ല പ്രിയപ്പെട്ടവർ. ഞാൻ ഈ പറയുന്ന ശൈലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് അതിനെക്കുറിച്ച് എനിക്കൊരു ആശങ്കയുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കിട്ടണം. നമ്മൾ ഈ ക്രിസ്തീയത എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നത് പ്രകടനപരതയിലാണ്. നമ്മുടെ വിചാരം കുറേ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയാൽ, കുറേ നൊവേന ചൊല്ലിയാൽ, കുറേ കൊന്ത ചൊല്ലിയാൽ, കുറേ ബൈബിൾ വായിച്ചാൽ ക്രിസ്ത്യാനിയാകും. നോ, ഈശോയുടെ മനസ്സിനോട്,
പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോടൊക്കെ നമ്മളെ തന്നെ ചേർത്ത് പിടിക്കണം. ഇത് അവരുടെ മനസ്സാണ്. വേറെ ഒരാൾ സന്തോഷത്തിൽ പങ്കുപെട്ടുന്ന ഈശോയുടെ മനസ്സാണ്. ഇത് പരിശുദ്ധ അമ്മയുടെ ശൈലിയാണ്. അതിനോട് അടുത്ത് നിൽക്കാത്തിടത്തോളം കാലം എത്ര പ്രാവശ്യം നീ മുട്ടിന്മേൽ നിന്ന് താണു വണങ്ങിയാലും നീ ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് മാറുന്നില്ല. ക്രിസ്ത്യാനിറ്റി പ്രാർത്ഥനകളുടെ ദൈർഘ്യത്തിലോ ഒച്ചപ്പാടിലോ അല്ല ഇരിക്കുന്നത്, ശൈലിയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ നിലപാടിലാണ്, ശൈലിയിലാണ്. ഈശോയുടെ ഹൃദയത്തോട് ചേരണം, പരിശുദ്ധ അമ്മയുടെ ശൈലികളോട് ചേരണം. അപ്പം അതാണ് ഞാൻ ഈ പറയുന്ന വാക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. 1, ആനന്ദം പങ്കുവെക്കണം. 2, ആനന്ദത്തിൽ പങ്കുപറ്റണം. ആനന്ദത്തിൽ ഈശോയ്ക്ക് ഈ ശൈലി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നമ്മൾ മറിയത്തെ കണ്ടു തുടങ്ങിയിട്ട് ഈശോയിലെത്താൻ ശ്രമിക്കുകയാണ്. ഈശോയ്ക്ക് ഈ ശൈലി ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഓൾ അവൻ്റെ മനുഷ്യാവതാരം എന്താണ്? ഈശോയുടെ മനുഷ്യാവതാരം എന്താണ്? സ്വർഗത്തിൽ ഭയങ്കര ആനന്ദമാണ്. സ്വർഗത്തിൽ ഭയങ്കര ആനന്ദമാണ്. ഈ ആനന്ദം പങ്കുവെക്കാൻ വന്നതല്ലേ അവൻ? സ്വർഗത്തിലെ ആനന്ദത്തെ ഭൂമിയിലേക്ക് പങ്കുവെക്കാൻ വന്നതല്ലേ അവൻ? 3 വർഷം കൊണ്ട് അവൻ ചെയ്തെന്താണ്? ഈ ആനന്ദം പങ്കുവെക്കുകയല്ലായിരുന്നോ? അതെ. എന്നിട്ടോ അവൻ എന്ത് ചെയ്തു? ആനന്ദത്തിൽ പങ്കുപറ്റി ഇല്ലേ? ഓരോ വീട്ടിലും പോയി വിരുന്നിരുന്നപ്പോ പാപിയുടെ മാനസാന്തരത്തിൽ അവൻ സന്തോഷിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഓരോ തവണയും അവൻ മറ്റുള്ളവരുടെ ആനന്ദത്തിൽ പങ്കുപറ്റുക കൂടി ചെയ്തു. രണ്ടും നടക്കണം. ആനന്ദം പങ്കുവെക്കണം, ആനന്ദത്തിൽ പങ്കുപറ്റണം. അപ്പം എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, കാരണം ഇതാണെന്നേ ദൈവരാജ്യ അനുഭവം. ഇതാണ് ദൈവരാജ്യ അനുഭവം. അതുകൊണ്ടല്ലേ റോമാലേഖനത്തിൻ്റെ 14-ാം അധ്യായം 17-ാം വാക്യം പഠിച്ചു വെക്കേണ്ടതാണ്. റോമ 14:17 എന്താണ്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൻ്റെ മോഡൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. ദൈവരാജ്യത്തിൻ്റെ മോഡൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയുമെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? ഈ ആനന്ദം ജീവിക്കണം. ഈ ആനന്ദം ജീവിക്കണം. അതുകൊണ്ട് സന്തോഷത്തോടെ ആയിരിക്കണം. ഇനി മുഖം വാടരുതെന്ന്, ഇനി മുഖം വാടരുത്. അപ്പം നിങ്ങൾ പറയാ, അച്ഛാ ഇത്രയും സങ്കടങ്ങൾ ഉണ്ടായിട്ട് മുഖം വാടരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എടാ, സങ്കടമൊക്കെ ഈ ഭൂമിയിലെ കാര്യമല്ലേ? എന്താ നിന്റെ സങ്കടം? വീട് പണിയാൻ പറ്റാത്തതോ? ശരിയാ, സങ്കടമാണ്. രോഗം മാറാത്തതോ? സങ്കടമാണ്. പിന്നെ എന്നാ അടുത്ത സങ്കടം? IELTS പാസ്സാകുന്നില്ല, വിദേശത്തേക്ക് പോകാൻ നോക്കിയിട്ട് കയറിപ്പോകാൻ പറ്റുന്നില്ല, ഒരു കുഞ്ഞിക്കാല് കാണുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി അച്ഛാ, പ്രാർത്ഥനയാണ്. ഒരു ജോലി സ്ഥിരപ്പെടുന്നില്ല അച്ചോ, സങ്കടമാണ്. എടാ, ഇതൊക്കെ ഈ ഭൂമിയിലെ സങ്കടമല്ലേ? ഇതിനും ഉപരിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവൻ്റെ പേരല്ലേ ക്രിസ്ത്യാനി? ഈ ഭൂമി കണ്ടിട്ടാണോ നീ വിശ്വാസിയായത്? ഈ വീട് കണ്ടിട്ടും ഈ OETയും ഈ IELTSും കണ്ടിട്ടാണോ നീ ക്രിസ്ത്യാനിയായത്? നീ ക്രിസ്ത്യാനിയായത് ഉപരിയായത് കണ്ടിട്ടല്ലേ? സ്വർഗം കണ്ടിട്ട് വേണം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ. ഈ ഭൂമിയിലെ കാര്യങ്ങൾ കണ്ട് ജീവിക്കുന്നവരുടെ പേര് ക്രിസ്ത്യാനി എന്നൊന്നുമല്ല. അപ്പൊ സ്വർഗം കണ്ടിട്ട്, ദൈവത്തെ കണ്ടിട്ട് ജീവിക്കുന്നവനാണ് ക്രിസ്ത്യാനിയെങ്കിൽ ഈ ഭൂമിയിലെ ഒരു സങ്കടവും നമ്മുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി മായ്ച്ചു കളയാൻ പാടില്ല. സങ്കടങ്ങൾക്ക് പഞ്ഞമില്ല, സംശയമില്ല. പക്ഷേ സങ്കടങ്ങൾ ഒരുപാടുള്ളപ്പോഴും മുഖത്ത് നിന്ന് പുഞ്ചിരി മാഞ്ഞു പോകരുത്, ഹൃദയത്തിൽ നിന്ന് ആനന്ദാനുഭവം മാറിപ്പോകരുത്. സങ്കടങ്ങളുടെ നടുവിലും ആനന്ദിക്കാൻ പറ്റണം. സങ്കടങ്ങളുടെ നടുവിലും ഒരു ആനന്ദം, അതാണ് സ്വർഗീയ ആനന്ദം. ഇവിടെ എല്ലാം കയ്യിലോട്ട് കിട്ടുമ്പോൾ ചിരിക്കുന്നത് ഇത് ആർക്കും പറ്റില്ലേ? അതിന് ക്രിസ്ത്യാനിയാകേണ്ട കാര്യമുണ്ടോ? കയ്യിലേക്കൊന്നും കിട്ടാതെ വരുമ്പോഴും ഓട്ടക്കൈ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ടും സന്തോഷിക്കാൻ പറ്റണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആനന്ദം പറയാൻ പറ്റണം. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ ഹൃദയപൂർവ്വം പങ്കുചേരാൻ പറ്റണം. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്ത എന്നറിയാമോ? ഫോൺ ചെയ്യത്തില്ലേ? ഇഷ്ടം പോലെ ആൾക്കാരെ ഫോൺ ചെയ്യാറുണ്ടല്ലോ. പകലൊക്കെ നമുക്കതല്ലേ പണി, പ്രത്യേകിച്ച് വീട്ടിലൊക്കെ വലിയ തിരക്കില്ലാതിരിക്കുന്നവർ. നിങ്ങളുടെ ഫോൺ കോളിൽ, ഇന്നത്തെ ഫോൺ കോൾസിൽ ഈ 2 കാര്യം വരണം. ഇതേ വരാവൂ. എന്തൊക്കെയാത്? 1, ദൈവം നമ്മുടെ കൂടെയുള്ള ആനന്ദം അങ്ങേ തലയ്ക്കൽ ഫോണും പിടിച്ചിരിക്കുന്ന ആൾ കിട്ടണം, ആനന്ദം പറയണം. 2, അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായി. നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ അയൽപ്പക്കാരുടെ ഇടയിൽ ചില സന്തോഷങ്ങളൊക്കെ ഉണ്ടായി. ചെന്ന് കയറാൻ പറ്റുന്നില്ലെങ്കിലും ഒരു ഫോൺ കോളിൽ അവരുടെ സന്തോഷത്തിലൊന്ന് പങ്കുപറ്റാവോ? അപ്പം ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. ആനന്ദം പങ്കുവെക്കണം. അത് സംസാരങ്ങളിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് ഒക്കെ ആനന്ദം പങ്കുവെക്കണം. ഒപ്പം അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ നമ്മൾ ഉൾപ്പെടണം.
നമ്മളും കൂടെ ചേർന്ന് നിൽക്കണം അവരുടെ. ഞങ്ങളും സന്തോഷിക്കുകയാണ് നിങ്ങളുടെ കൂടെ എന്ന് പറയണം. ഇതാണ് ഇന്നത്തെ കൊച്ചു ഹോംവർക്ക്. ഈ നിയോഗം വെച്ച് കർത്താവേ, ആനന്ദിക്കാൻ, ആനന്ദത്തിൽ പങ്കുപറ്റാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി ആനന്ദം പങ്കുവയ്ക്കുക. ആദിനും അന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ. ആദിനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദിനും അന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ. ആദിനും അന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, യഥാർത്ഥമായ ആനന്ദം ഞങ്ങൾക്ക് സമ്മാനിക്കുന്നവനെ, നിനക്ക് ആരാധന. ഈശോയെ, നിന്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവർ ആനന്ദത്തിൻ്റെ പ്രഘോഷകരാകുമെന്ന് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. അവർ സന്തോഷം പങ്കുവയ്ക്കുന്നവരാകും, ഒപ്പം മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പങ്കുപറ്റുന്നവരാകും. പരിശുദ്ധയമ്മ, നിന്റെ സാന്നിധ്യ നിറവിൻ്റെ ആനന്ദത്തിൽ എലിസബത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എലിസബത്ത് ആനന്ദത്താൽ പൂരിതയായി. എലിസബത്തിൻ്റെ ഭവനത്തിലെ ആനന്ദത്തിൽ മറിയം പങ്കുപറ്റുകയാണ്. ഈശോയെ, നിന്നോട് ചേർന്നുള്ള ജീവിതം ആനന്ദത്തിൻ്റെ അനുഭവമാണെന്ന് ഞാനൊന്ന് തിരിച്ചറിയട്ടെ. കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നത്, നിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നത്, നിന്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തണയുന്നത് ഒക്കെ എനിക്കു ലഭിക്കാവുന്ന പരമമായ ആനന്ദാനുഭവമാണെന്ന് ഞാനൊന്ന് തിരിച്ചറിയട്ടെ. കർത്താവേ, ഈശോയെ, ഞാൻ പാപ വഴിയെ പോകുന്നത്, ചില പാപങ്ങൾ തേടിപ്പോകുന്നത് ആ പാപം തരുന്ന സന്തോഷം കാരണമാണ്. ഒട്ടുമിക്ക പാപങ്ങളും അത് വെച്ചു നീട്ടുന്ന സന്തോഷം കാരണമാണ് ഞാൻ അതിലേക്ക് ചാഞ്ഞ് പോകുന്നത്. കർത്താവേ, എന്നാണ് ഞാനൊന്ന് തിരിച്ചറിയുന്നത് പാപം നൽകുന്ന സന്തോഷം നൈമിഷികമാണെന്നും പാപത്തിൻ്റെ ആ നിമിഷ സുഖത്തിനപ്പുറത്ത് നിരാശയും കുറ്റബോധവുമാണ് എന്നെ വേട്ടയാടാൻ പോകുന്നതെന്നും യഥാർത്ഥമായ ആനന്ദം നിന്റെ സന്നിധിയിൽ മാത്രമാണെന്നും ഈശോയെ ഞാൻ എന്നാണ് തിരിച്ചറിയുന്നത്. കർത്താവേ, എനിക്ക് ആനന്ദം വേണം. നീ നൽകുന്ന യഥാർത്ഥമായ ആനന്ദം അനുഭവിക്കുവാൻ കർത്താവെ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജനമേ,
സങ്കടങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നമ്മുടെ ജീവിതത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, സങ്കടങ്ങൾക്ക് കുറവില്ലാത്തപ്പോഴും ജീവിതം മുള്ളു നിറഞ്ഞ വഴികളിലൂടെയുള്ള നടത്തം പോലെ ആകുമ്പോഴും അതിൻ്റെ മധ്യത്തിലും ആനന്ദിക്കുവാൻ ഉപരിയായ ഒന്ന് എന്നെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ കർത്താവേ, നിന്റെ ആനന്ദം എനിക്ക് സമ്മാനിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ഭൂമിയിലെ നിസ്സാര സങ്കടങ്ങൾ, ഈ ഭൂമിയിലെ ചെറിയ ചെറിയ നൊമ്പരങ്ങളാൽ എൻ്റെ മുഖം വാടിപ്പോകാതിരിക്കട്ടെ. ഈശോ, എനിക്കെപ്പോഴും സങ്കടമാണ്, എനിക്കെപ്പോഴും കണ്ണീരാണ്. കാരണം ഈ ഭൂമിയിലെ സങ്കടങ്ങളെ ഞാൻ വല്ലാണ്ട് ഗൗരവമായിട്ടെടുക്കുന്നു കർത്താവേ. ഞാൻ കേവലം സന്ദർശകൻ മാത്രമാണെന്ന് തിരിച്ചറിയുവാൻ, ഞാൻ ഈ ഭൂമിക്കുള്ളതല്ലെന്നും ഈ ഭൂമി എനിക്കുള്ളതല്ലെന്നും തിരിച്ചറിഞ്ഞ് ഞാൻ സ്വർഗത്തിൻ്റെതാണെന്ന്, ഐ ബിലോങ് ടു ഹെവൻ എന്ന് തിരിച്ചറിയുവാൻ കർത്താവേ എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയിലെ ഒരു സങ്കടവും എന്നെ വല്ലാണ്ടങ്ങ് ഉലച്ചു കളയില്ലല്ലോ. കാരണം എൻ്റെ അപ്പ, അവൻ എനിക്ക് യഥാർത്ഥ ആനന്ദം നൽകുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ കൊണ്ട് പ്രാപ്യമല്ലെന്ന് തോന്നിപ്പോകുന്നൊരു അനുഭവമാണിത്. നിസ്സാരരായതുകൊണ്ട്, സാധാരണക്കാരായതുകൊണ്ട് ഇവിടുത്തെ ഓരോ ചെറിയ സഹനവും ഞങ്ങളെ വല്ലാണ്ട് ഉരച്ചു കളയുന്നുണ്ട്, നൊമ്പരപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ നടുവിലും ആനന്ദാനുഭവത്തിൽ ജീവിക്കുവാൻ, നീ കൂടെയുള്ളതിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുവാൻ, നീ സ്വർഗം വെച്ചു നീട്ടുന്നതിൻ്റെ ആനന്ദത്തിൽ ആയിരിക്കുവാൻ കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ സാന്നിധ്യം, നീ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ആനന്ദത്തിന് കാരണമാകട്ടെ. ഈശോയെ, കർത്താവേ, നീ എൻ്റെ സങ്കേതമാകയാൽ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. കർത്താവേ, നീ എൻ്റെ സങ്കേതമാകയാൽ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. വിശ്വാസക്കപ്പലിൽ സ്വർപ്പൂരം ചേരുവാൻ ചുക്കാൻ പിടിക്കണേ പൊന്നുനാഥ. വിശ്വാസക്കപ്പലിൽ സ്വർപ്പൂരം ചേരുവാൻ ചുക്കാൻ പിടിക്കണേ പൊന്നുനാഥ. ആനന്ദമുണ്ടെനിക്കേശു മഹാരാജ സന്നിധിയിൽ. ആനന്ദമുണ്ടെനിക്കേശു മഹാരാജ സന്നിധിയിൽ. സന്തോഷത്തോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മെ നോക്കി പുഞ്ചിരിയോടെ നമുക്ക് ആശീർവാദം നൽകുന്ന അനുഭവം നമുക്കുണ്ടാകട്ടെ. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക, അതാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവമെന്ന് തിരിച്ചറിയുക. ആനന്ദത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു നാഥാ. ഓ ആനന്ദമേ, ഓ സ്നേഹമേ, ഓ രക്ഷയേ, ആരാധന. ആനന്ദമേ,
പരിശുദ്ധ കന്യക മറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. അമ്മേ മറിയേ മനോഹരേ, നീ